പൂവാഴപൂവൊക്കെ പിള്ളേറും പറിച്ച് ഇഴങ്കുറുന്തല ഞങ്ങളും പറിച്ച് പിള്ളേറ് പൂവൊക്കെ കത്തിക്കരിഞ്ഞും പോയി ഞങ്ങളെ പൂവൊക്കെ മങ്ങി തെളിഞ്ഞും പോയി. നമ്മളെല്ലാവരും ഓണാഘോഷ പരിപാടിയിലാണ്. ഇന്നത്തെ ഓണാഘോഷവും പണ്ടുള്ള ഓണാഘോഷമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിന് ഇവിടെ പ്രായമുള്ള കുറച്ച് പേരുണ്ട്. ഇവിടെ പെരച്ചുകുട്ടി പാപ്പ, ചന്ദ്രേട്ടെ, പിന്നെ അമ്മയുണ്ട്. അവരോട് നമുക്കൊന്ന് ചോദിക്കാം അന്നത്തെ പഴയകാല ഓണാഘോഷത്തെ പറ്റിയിട്ട് കാര്യങ്ങൾ. പാപ്പ ഒന്ന് പറഞ്ഞാല്. ആ കാലത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഓണം വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് നമ്മള് കഴിക്കല്. അപ്പൊ അന്ന് പൂപ്പറിക്കൽ, അന്ന് പൂപ്പറിക്കാൻ പൂക്കൊട്ട കെട്ടി അത് ഒരു കയറിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് കഴുത്തിലിട്ടിട്ട് പോയിട്ട് ഇതുപോലത്തെ പറമ്പിലും വയലിലും ഒക്കെ പോയിട്ട് പറിക്ക ചെയ്യാം. അന്ന് മഞ്ഞപ്പൂവ്, കാക്കാപ്പൂവ്, അരിപ്പൂവ് ഇങ്ങനെ വേണ്ടിയിട്ടുള്ള കുറെ പൂക്കളാണ്. ഇന്നിപ്പോ നമ്മള് എവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പൂവല്ലേ ഇടുന്നു. അത് നിങ്ങളെ ചെറുപ്പകാലത്തൊക്കെ പറഞ്ഞാല് ഈ പൂ പറിച്ചിട്ടുണ്ട്. പറിച്ചിട്ട് തന്നെയാണ്. പിന്നെ അന്നൊരു ബുദ്ധിമുട്ടുള്ള കാലല്ലേ? ബുദ്ധിമുട്ടുള്ള കാലാണെങ്കിലും ആഘോഷം വലിയതായിരിക്കും. ചന്ദ്രേട്ടാ, നിങ്ങളെ ചെറുപ്പത്തിലുള്ള ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നത്തെ ഓണം എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കാലത്താണ് ഓണത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ. ഇന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ ദിവസവും ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും ഭക്ഷണത്തിന്റെ ഒരു ബുദ്ധിമുട്ടും വേണ്ട. ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അന്നൊരു ഭക്ഷണത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാലത്താണ് അന്നത്തെ ചെറുപ്പത്തിൽ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ഒരു ഓണം വരുന്നത്. അന്ന് പിന്നെ ഒരു ഓണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അന്ന് അതായത് ഭക്ഷണങ്ങള് സുലഭമായിട്ട് കിട്ടും, ഒരു പുതിയ ഡ്രസ് എന്തെങ്കിലും കിട്ടും. ഇന്നിപ്പോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. അന്നാണ് ശരിക്കും ഓണം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം തന്നെ. അത് കൊല്ലത്തിൽ നമ്മൾ കാത്തിക്കുക ചെയ്യാം. വരാൻ ഒന്നിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്നിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇപ്പൊ. അതാണ് ഓണത്തിന് അന്നത്തെ ഇന്നത്തെ വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്? ബുദ്ധിമുട്ടുള്ള കാലമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടുകൾ ഭയങ്കര ബുദ്ധിമുട്ടുകളുള്ള കാലം. ഇന്നുള്ള തലമുറക്ക് അതിന്റെ ഒരു അറിയില്ല. ഒരു ഓണം വരി പോയി പെരുന്നാളും അവര് മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് പൂവ് പിന്നെ പീടിയിൽ പോയി കഴിഞ്ഞാൽ പൂവ് പറിച്ചും കഴിഞ്ഞാൽ അവിടെ ഒരു പേരിലിരുന്ന് നമ്മളൊക്കെ നമ്മൾ കാണിച്ചാല് ഈ ഒറ്റയ്ക്ക് ഇനിച്ചും കഴിഞ്ഞ് പോവാണ് എവിടേക്കുള്ള പൂ പറിക്കാൻ. അന്ന് ഒരുപാട് കുട്ടികൾ ഒക്കെ ഉണ്ടാവും പൂ പറിക്കുന്ന ആൾക്കാര്. അങ്ങനെ ചെറുപ്പകാലത്ത് ഈ ഓണം എന്നൊക്കെ പറഞ്ഞാല് വലിയ ആഘോഷമായിരുന്നു. അന്ന് അമ്മ എന്ന് പറഞ്ഞാല് കുടുംബത്തില് 4-5 ആങ്ങളന്മാരും ഒരു പെണ്ണ്, 2 പെണ്ണും. അപ്പൊ ആങ്ങളന്മാരും നല്ലോണം പൊന്നു പോലെ നോക്കും. അപ്പൊ അന്ന് നിങ്ങള് ലാവിശ ഒരു മാറ്റവും ഇല്ലല്ലേ? ഇന്ന് നിങ്ങൾക്ക് ഓണം ഒന്ന് അന്നും റെഡിയാ? അല്ലെങ്കിൽ അന്നത്തേലും ലാവിഷാണോ ഇപ്പൊ? അല്ലെങ്കിൽ രണ്ടും കണക്കാ? ആങ്ങളന്മാരെടുത്ത് 2 പെങ്ങന്മാരല്ലേ? അപ്പൊ എന്തായാലും ആ ഒരു പരിഗണന ഉണ്ടാകുമല്ലോ അല്ലേ? എന്നാലും ഇപ്പൊ എന്ത് പറയുന്നത് ഓണത്തിനെ പറ്റി നിങ്ങള്? അങ്ങനത്തെ ഒരു ആഘോഷം എന്നുള്ള സന്തോഷമൊന്നുമില്ല മനസ്സില്. എന്താ എന്തിന് അല്ലാന്നുള്ള മാതിരിയൊക്കെ തന്നെയല്ലേ. പിന്നെ അന്ന് നിങ്ങള് ചെറുപ്പകാലത്ത് പൂപ്പറിക്കാനൊക്കെ പോയില്ലായിരുന്നു? എല്ലാരും പൂക്കൊട്ട കെട്ടിയിട്ട് ആ ഒരു പാട്ടില്ലായിരുന്നു? ആ പാട്ടൊന്ന് പാടിത്തരോ? 2 വരി. അയ്യോ അറിയില്ല. അല്ല, ഒരു 2 വരി എന്താന്ന് പറയാ? ആ പാട്ടിന്റെ ഒരു ചെറിയ തലൊന്ന് പാടിത്തരി. ഇല്ല, ഞാനും വേലായിപ്പാപ്പനെ കൊണ്ട് പാടിപ്പിക്കൂ. അത് വേലായിപ്പാപ്പൻ പാടുന്ന ഉറപ്പുള്ളായിരുന്നു. എന്നാലും അമ്മക്ക് അറിയുന്ന 2 വരി ഒന്ന് പാടിത്തന്നാല് കേക്കാം. വളരെ വേണ്ട. ഓണാഘോഷത്തില നമ്മളെല്ലാരും, എല്ലാ മതക്കാരും ഉള്ള ഓണാഘോഷത്തിലാ. അപ്പൊ നിങ്ങളെ ചെറുപ്പകാലത്തുള്ള ഓണവും ഇപ്പോഴുള്ള ഓണത്തിന്റെ ഒരു വൈബും എങ്ങനെയാണ്? നമ്മളെ പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാല് അന്ന് പൊലച്ചക്കന്നെ അത്തായാല് പൂവട്ടിയൊക്കെ ആയിട്ട് കഴുത്തിലിട്ട് പൂ പറിക്കാൻ വേണ്ടി കണ്ട പറമ്പ് കാട്ടിലൊക്കെ ഇങ്ങനെ പാഞ്ഞടക്കല പൊലച്ചക്ക്. കുറെ ടീമുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. ഇന്നത്തെ ഓണം അതല്ല. ഇന്ന് ടൗണിൽ പോയി റെഡിമെയ്ഡ് പൂ വാങ്ങിക്കൊണ്ടുവരിക, റെഡിമെയ്ഡ് പൂത്തറ ഇതൊക്കെ വരിട്ട് ഒരു ഇതാണ്. അന്ന് എന്ന് പറഞ്ഞ ഓണം തന്നെ ഒരു ആഘോഷം തന്നെ ആയിരുന്നു.
ദാരിദ്ര്യമാണെങ്കിലും ദാരിദ്ര്യം അന്നും ഉണ്ട്. ദാരിദ്ര്യം അന്നും ഉണ്ട്. ആ. എന്നാലും ഓണം ഒരു ആഘോഷം തന്നെ ഇന്നത്തെ മാതിരില്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ പഴയ ഓണവും പിന്നെ ഇപ്പോഴത്തെ ഓണമായിട്ടുള്ള വ്യത്യാസം. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി ജീവിക്കാനൊക്കെ. ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്താ ഭക്ഷണം കിട്ടണമെങ്കിൽ ഒരു പപ്പടം കിട്ടണമെങ്കിൽ ഈ ഓണം വിഷു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരണം. വല്ലാണ്ട് കിട്ടൂല. അല്ലാണ്ട് കിട്ടാൻ പ്രയാസമാണ്. ഇറച്ചി കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ ഓണത്തിന് സദ്യയാണല്ലോ ഉണ്ടാകുക. ഓണത്തിന്റെ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. അതെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടും ഒക്കെ ഉണ്ടാവും. അന്ന് നിങ്ങൾ പാട്ട് പാടൂലായിരുന്നു? പാട്ടൊക്കെ പാടി. ഞാൻ പാപ്പൻ എന്ന് പറയുന്നതിൽ ആരും തെറ്റിദ്ധരിക്കരുത്. വെച്ചക്കുട്ടി പാപ്പ ഉണ്ട്, വേലായി പാപ്പ ഉണ്ട്, കുറെ പാപ്പന്മാരുണ്ട്. ഞാൻ വില മക്കളൊക്കെ പാപ്പന്മാരും ഉപ്പന്മാരും വില കൂടുതലാണെന്ന് ഞാനും. അപ്പൊ പാപ്പ ഇപ്പോഴത്തെ ഓണത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഓണത്തിനെ പറ്റിട്ടേ എന്താ നിങ്ങളെ അഭിപ്രായം? ഇപ്പോഴത്തെ ഓണത്തിന് എന്തായാലും പണ്ടത്തെ ഓണം അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. അല്ല, ഇപ്പോഴും ഓണം എന്ത് ചോദിക്കണല്ലോ എന്നും ഓണം തന്നെ. എന്നും ഓണം തന്നെ. പണ്ട് ഒരു ദിവസമാണ് ഓണം. കാണാൻ പറ്റുന്നെങ്കിൽ ഓണം ഉണ്ണണമെന്ന് പറയുന്നത് എന്താ അറിയാ, അന്നാണ് ഒരു പപ്പടോ ഉണക്കെല്ലാം വറുത്തതൊക്കെ കിട്ടുക. ആ ദിവസമാണ് പണ്ടത്തെ ഓണം. ഇന്ന് അതല്ല, ഇന്ന് ദിവസം ഓണാണ്. ഇഷ്ടംപോലെ ചോറ് സദ്യകൾ കഴിച്ചിട്ട് വൈകിട്ട് ഒഴിച്ചല്ലോ പായസം ഒക്കെ ആയിട്ട് അന്നത് കാണൂല. അന്നൊരു കല്യാണത്തിന് പോയി കാണാനേ ഒരു ബറ്റ് നിലത്തിന്റെ ഇലയെന്ന് പെറുക്കി തിന്നു. ഒരു കല്യാണം പോയപ്പോ ഇതുപോലെ ആളിങ്ങനെ നിരന്നിരിക്കുമ്പോ ചൂടിപ്പട ടൈലിരിക്കാണ് വല്ലാണ്ട് ഇട്ടിട്ട്. വലിയ ആള് ഈ കൊട്ട നീളമുള്ള ഒരു വെള്ളക്കൊട്ട ഇതിൽ കുലുക്കി ഒരു പാച്ചില ഒരു ബറ്റ് തൊയ്യുള്ളൂ. അത് തിന്നാൽ അടുത്ത ട്രിപ്പിനെ പൊളിച്ചിട്ട് അവിടെ ഇവിടെയും പോയിരിക്കും. അപ്പൊ നിങ്ങള് നോക്കാൻ നടക്കുന്നുണ്ടാവും. നിങ്ങള് നോക്കാൻ നടന്ന സ്ഥാനത്ത് പിടിച്ച് കൈ മണപ്പിച്ച് നോക്കിയിട്ട് അതിന്റെ മോനെ ഈ തിന്നില്ലെന്ന് പന്തലിന്റെ പുറത്തേക്ക് പിടിച്ചുകൊണ്ടാണ്. ഇന്ന് അങ്ങനെ ഒരു പന്തലിൽ നടക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? ഇന്നൊരു ആവശ്യം കഴിയുന്ന പുരയില് രാവിലെ നിങ്ങൾ പോയി നോക്കിയാല് തെങ്ങിന്റെ മൊത്തം തൊടിയും മെയ്താനും ചോറ് ഇറച്ചി കഷ്ണൊക്കെയാണ് അല്ലേ. അന്ന് അതില്ല. അന്ന് ഒരു ബറ്റ് എടുക്കൂല. ഇന്ന് ചാരായം കുപ്പി. അന്ന് പ്രൊവിഷൻകാര എക്സൈസ് അല്ല. പ്രൊവിഷന്റെ നിറം കാണുമ്പോൾ ഗോടി ഒളിക്കായിരുന്നു. ഇന്ന് എക്സൈസുകാരനെ പോലീസുകാരനെ വന്നാല് പറയൂ ഒരു ബീഡിയോട്ടെ അല്ലെ സിഗരറ്റ് ഇട്ടെ എന്നാണ് അവനോട് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ ചോദ്യം? അപ്പൊ ഇന്ന് ഓണത്തിന്റെ ഒരു പാട്ട്. ഇന്ന് ഓണം പൂ പറിക്കുന്നുണ്ടോ? പൂപ്പാട്ട്. അദ്ദേഹത്തിന്റെ ചേക്കൊരു പച്ചക്കണ നട്ട് ഏഴേക്ക് ചീണ്ടിട്ടൊരൊറ്റയിലും കെട്ടി മാനാഞ്ചിറക്കേലും കൊച്ചാനും പോയി അതിലേക്കും വലിയൊരു മീനിനെ കിട്ടി ബാലു പിടിച്ചു പറമ്പോടടിച്ചു കൊണ്ടുവന്ന് മസാല മുയക്കരച്ചു പാലുള്ള തേങ്ങ 18 അരച്ചു നെയ്യുള്ള തേങ്ങ 16 അരച്ചു. അങ്ങനെ തെക്കുന്നൊരു കൂട്ടം പെണ്ണുങ്ങളെ പോക്കി തീർന്നുമ്പോ പോവൂ. അങ്ങനെയൊക്കെ പഴയ പാട്ട്. അന്നത്തെ ഒരു പഴയ പാട്ട്. പൂമ്പരച്ചില കൊട്ടയിലും വിത്തില കൊട്ടക്കകം പുറം പുളിയും കുത്തി പുളിയരിയിട്ട് കഞ്ഞിയും വെച്ച് ഇപ്പിന് പോയ പെണ്ണിനെ കാണുന്നില്ല, രാവിലേക്ക് പോയ ചെക്കനെ കാണുന്നില്ല. കുരി പടി വെട്ടി പെണ്ണിനെ തല്ലണം, തെച്ചി പടി വെട്ടി ചെക്കനെ തല്ലണം. അന്ന് ഇവിടെ കാണുന്നില്ല കൊച്ചല്ലേ. അതിനൊരു പാട്ടുകളൊക്കെ അന്നത്തെ പാട്ട് എപ്പോഴുണ്ടായിരുന്നു. വേറെ പാട്ടുണ്ടല്ലോ ഒരു പാട്ട് കൂടി പാട്ട് ഒറ്റ പാട്ട് കൂടി. ആന പോകുന്ന ആരാനുമല്ല കൂരാനുമല്ല കാട്ടിലെ ആന പോകുന്ന കുമാരത്തിന്റെ കൂടെ പോകുന്ന ആരാനുമല്ല കൂരാനുമല്ല കാട്ടിലെ തിരുവേലി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീലേ താരെ തളിരാർന്നു പൂക്കൾ. ഓണം എന്നും മനസ്സിൽ നിറയുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ഓർമ്മകളാണ്. പൂക്കളവും ഓണസദ്യയും കൂട്ടായ്മയും നിറഞ്ഞ ആ നാളുകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ജാതിമതഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹവും സന്തോഷവും പങ്കിടുന്ന ആഘോഷമാകട്ടെ.
ഈ ഓണം. സ്നേഹവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞൊരു ഓണം ഏവർക്കും ആശംസിക്കുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.